ഇന്ന് പറയാനുള്ളത് ഒരു അമ്പലത്തിൽ പോയ കഥയാണ്. വീട്ടിനടുത്ത് ഇത്രയും അടിപൊളി ഒരു അമ്പലം ഉണ്ടായിട്ട് ഇത്ര നാളായിട്ട് ഞാനവിടെ പോയിട്ടുണ്ടായിട്ടില്ല. അമ്പലത്തിനോട് തൊട്ട് ചേർന്നിട്ടായിട്ട് ഒരു കുഞ്ഞി കുളം ഉണ്ടായിനെ. കുറച്ച് സമയം നമ്മൾ ആ അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളത്തിനെല്ലാം നോക്കി ആസ്വദിച്ചിരിക്കുന്നവരാണ്. ഒപ്പരം വന്നാക്ക് ആവേശം കൂടി. പിന്നെ അതിൽ തുള്ളൻ്റെ ഡൊമോ കാണിക്കലേ. അപ്പോഴും തന്നെ നമ്മൾ അവൻ്റെ കൈയും പിടിച്ച് മേലോട്ടേക്ക് നടന്നു. കുറച്ച് സമയം കൂടി ഇവന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ നമ്മളെ അതിൽ തുളിച്ചേനെ. വലിയ ആളും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനത്തിൽ തൊഴാൻ പറ്റി. പിന്നെ കർക്കിടക മാസമായതുകൊണ്ട് രാമായണ പാരായണം ഉണ്ടായിന്. അതും കുറച്ച് സമയം കേട്ട് നമ്മൾ അമ്പലമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മളെ ചുറ്റിച്ചെന്ന് വേണം പറയാൻ. കൂടെ വന്നാൾ പരക്കനെ ഓട്ടേനു. ലാസ്റ്റ് ഓൻ്റെ പയ്യനെ പാഞ്ഞ് നമ്മളെല്ലാവരും ക്ഷീണിച്ച്. അവനവൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്തായിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അർച്ചനേൻ്റെ പ്രസാദമെല്ലാം വാങ്ങി വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് കാട് പിടിച്ച സ്ഥലത്ത് ഒരു വിളക്ക് വെച്ചാണുള്ളത്. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വിളക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി നോക്കി. പിന്നെ ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പോയ പോലെ തന്നെ തിരിച്ചു വന്നു. കയറി അങ്ങോട്ട് പോകുന്തോറും കാട് കൂടിക്കൂടി വരുന്നത് കണ്ടേരെ പിന്നെ അവിടെ നിന്നില്ല. അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസം പെട്ടെന്ന് തീർന്ന പോലെ തോന്നി.